ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് കോഴ്സിലുണ്ടായിരുന്ന ഷറഫാസിനെയാണ്. VCMS കൊച്ചിനിൽ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെന്റ് എന്നുള്ള ഈ കോഴ്സിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്, പിന്നെ ഇപ്പോൾ പ്ലേസ്ഡ് ആയി ട്രാൻസ്പോർട്ടേഷൻ സൂപ്പർവൈസർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്കുള്ള ജേണി എങ്ങനെയായിരുന്നു? +2 കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഈ കോഴ്സിലോട്ട് വരുന്നത്. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോളേജിലോട്ട് വന്നു. കോളേജിൽ വന്ന് ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്തു. 1 ഇയർ ഡിപ്ലോമ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്ലേസ്ഡ് ആയി. അപ്പോൾ ഈ കോഴ്സ് ചെയ്യാനായിട്ട് VCMS കൊച്ചിന് എങ്ങനെ ഒരു ഐഡിയൽ പ്ലേസ് ആയിട്ട് മാറുന്നത്? ഡെയിലി ക്ലാസ്സിന് വരിക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, അങ്ങനെ മാത്രമായിരുന്നില്ല. ഇവിടെ അതുകൂടാണ്ട് പല പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. നമുക്ക് ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, ട്രിപ്പ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ടോട്ടലി പറഞ്ഞാൽ ഒരു 1 ഇയർ കൊണ്ട് നല്ലൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്കിൽഡും ഡെവലപ്പ് ചെയ്യാൻ പറ്റി. നമ്മുടെ ലാബാണെങ്കിലും പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ലോജിസ്റ്റിക്സിൽ ഈ സമയത്ത് വലിയ രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അഡ്വാൻസ്മെന്റിനോടൊപ്പം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? എല്ലാ ഫീൽഡുകളിലും പോലെ ലോജിസ്റ്റിക്സ് മേഖലയിലും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും സിലബസ് ഒക്കെ പുതിയ ടെക്നോളജി ബേസ്ഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ വെയർഹൗസ് ഓട്ടോമേഷൻ, റിയൽ ടൈം ട്രാക്കിംഗ് സിസ്റ്റം, ഇതെല്ലാം ഇവിടെ നിന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻ, ഓൾ ദി ബെസ്റ്റ്.